പ്രേതം പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രേതം സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ കുറേ കേട്ട് കഴിഞ്ഞു. ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രേതം സിനിമയുടെ ടീം എന്നോടൊപ്പമുണ്ട്. വെൽക്കം ബാക്ക്. ഈ ജോൺ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ജയൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഒരു പ്രേതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് തന്നെ അതിനെ പ്രേതം, ആത്മാവ്, പിശാശ് എന്നൊന്നുമല്ല, ഒരു തോട്ട് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ദ പോയിന്റ് ഇസ്, നമ്മളൊക്കെ പോയാലും ദ തോട്ട് റിമെയിൻസ്. അത് ഭയങ്കര പോയട്രിയാണ്. പേളിയുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞില്ലല്ലോ. പേളിയുടെ ക്യാരക്ടർ സുഹാനിസ എന്നാണ് പേര്. പേളിയുടെ ക്യാരക്ടറിൻ്റെ പേര് സുഹാനിസ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇവർ ഒരു മോഡലും ഒരു എന്താ പറയുക, ഒരു ഫാഷൻ ചെയ്യുന്ന ഒരു കക്ഷിയും ഒരു ബേസിക്കലി ഇവിടേക്ക് ജീവിക്കുന്ന ഒരു ഫ്രീ തിങ്കിങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഷിബു മജീദ് GP അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പുള്ളി ഒരു ഒഫീഷ്യൽ സൂംബ ട്രെയിനർ. സൂംബ എന്ന് പറഞ്ഞൊരു ഫിറ്റ്നസ് ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് ഇവർ 3 പേരും റിസോർട്ട് തുടങ്ങിയിരിക്കുകയാണ്. റിസോർട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പഠിക്കാൻ സൂംബ ട്രെയിനിങ്ങിന് വരുന്ന ഒരു പെൺകുട്ടിയാണ് സുഹാനിസ. പക്ഷേ സുഹാനിസയ്ക്ക് കഥയിൽ വേറെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ മൂവിക്ക് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള GPനെ പറ്റിയുള്ള ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചായിരുന്നു. ഞാൻ എല്ലാവരെ പറ്റി ഇട്ടിട്ടുണ്ട്. അതെ, എല്ലാവരെ പറ്റിയുണ്ട്. അതെ, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരെ കുറിച്ച് പോസ്റ്റ് വരും. ഞാൻ അങ്ങനെ ചോദിച്ചില്ല, എഴുതുന്നതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. GP സുംബ പഠിക്കാൻ പോയി എന്നുള്ളത് സത്യമാണ്. ബട്ട് എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ സുംബ ഡാൻസ് പഠിപ്പിക്കുന്ന വല്ല സുരേഷോ മഹേഷോ ബാബു ഒക്കെ ആയിരുന്നെങ്കിൽ ആ ഏരിയയിലേക്ക് പോയില്ലായിരുന്നു. ആരാടാ പഠിപ്പിച്ചേ? മാമാമംഗം. അവിടെ പൂർണിമ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. പക്ഷേ സീരിയസ്ലി എന്താ വെച്ചാൽ ജയസൂര്യക്ക് ഇതിരുന്ന് കളിയാക്കാം. നിങ്ങൾ ആ സൂംബ ഡാൻസ് ഒന്ന് കളിച്ച് കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ ഇതിന് വേറെ അവാർഡ് തന്നെ. അല്ല, നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടില്ലല്ലോ. GPക്ക് സമയം ഉണ്ടായിരുന്നില്ല. GP സ്വന്തമായി കഷ്ടപ്പെട്ട് പക്ഷേ ഒരു ഡിഗ്രി പുറത്തിറങ്ങി കിടക്കാൻ പറ്റാതെ പോയിട്ട് അതല്ല, പൂർണിമ പലതവണ പറഞ്ഞിട്ടേ സാധിക്കുകയാണെങ്കിൽ എന്റെ പേര് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം. പക്ഷെ പൂർണിമ ഇനി അത് ഒരിക്കലും പറയില്ല, പേര് ഇനി പറയരുത് എന്ന്. സൂംബ ഡാൻസ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അജുവിൻ്റെ ക്യാരക്ടറാണ് സൂംബ ഡാൻസർ. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കതിലൊരു ഭയങ്കര ഫണ്ണൊക്കെ തോന്നിയിരുന്നു. ഫണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് അത് ചെയ്യണം. അങ്ങനെ തന്നെയായിരുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് മാറിയത്. പിന്നെ ഞാൻ ഒരു ദിവസം പോയി സൂംബ ഡാൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു തരത്തിലും ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ലാസ്റ്റ് നിമിഷം ഞാൻ അറിയുന്നത് ഈ ഒരു സംഭവം വന്നു. അപ്പോൾ സൂംബ ഡാൻസിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ? അതിൽ ബേസിക് കോൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ആയതുകൊണ്ട് നമ്മൾ ഡാൻസ് കളിച്ചാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അപ്പോൾ അത്രയും ഫിറ്റ്നസ് വേണം അത് കളിക്കണമെങ്കിൽ. അപ്പോൾ അത്രയും ഫിസിക്കലി ഡ്രെയിനിങ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷേ വേറൊരു പ്രശ്നം, ടേക്കിന്റെ സമയത്ത് എല്ലാം പഠിച്ചെങ്കിട്ട് GP ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ബിക്കോസ് ബാക്കി ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് അങ്ങനത്തെ ഒരു സീനിൽ GP പറയും, ഞാൻ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ തെറ്റിക്കും. ബിക്കോസ് ഞാനാണല്ലോ ട്രെയിനർ, അപ്പൊ ഞാൻ തെറ്റിക്കാൻ പാടില്ലല്ലോ. എന്താ പ്രശ്നം അറിയോ? ഈ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒക്കെ പ്രൊഫഷണൽ സൂംബ ഇൻസ്ട്രക്ടേഴ്സാ എന്റെ സ്റ്റുഡൻസ് ആയിട്ട്. അവരെ വേണം ഞാൻ പഠിപ്പിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സിനിമയാണ്, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ കാഴ്ചവെക്കാൻ വേണ്ടി വന്നാൽ ഞാൻ തെറ്റിച്ചാലും നിങ്ങളും തെറ്റിക്കും. ഞാൻ എന്ത് കളിക്കുന്നോ അത് നിങ്ങൾ കളിക്കണം. പക്ഷെ സൂംബയുടെ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ സിനിമയിൽ വരാത്തൊരു സാധനമായതുകൊണ്ട് അത് വളരെ ഫ്രഷ് ആയിട്ട് കാണുന്നവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതെ, കാരണം സുംബ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹരമാണ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. എങ്ങനെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാതെ കൺവിൻസിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ. പേളിയും ഒക്കെ കൺവിൻസിംഗ് ആയിട്ട് സ്റ്റുഡൻ്റ് ആയിട്ട് പേളിയും
ടീച്ചറായിട്ട് അവസാനം ജയനും സ്റ്റുഡൻ്റ് ആവും GP യുടെ. അതാണ് പിന്നെ അവിടെ എല്ലാവരും സൂംബ കളിപ്പിച്ച് നമ്മൾ സൂംബ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നമ്മൾ സൂംബ പഠിപ്പിച്ചതാണ്. എന്തായാലും സിനിമ കണ്ടു കഴിയുമ്പോൾ മൊത്തത്തിൽ കേരളത്തിലൊരു സൂംബ തരംഗം ഉണ്ടാക്കുക പിന്നെ എന്നുള്ളത്. വേറൊരു സീൻ നിങ്ങൾ പ്രത്യേകം ചോദിക്കേണ്ടത് GP യുടെ തന്നെയാണ്. സോറി, നമ്മളെല്ലാം GP യുടെ നേർക്കാണ്. GP ഷർട്ട്ലെസ് ആയിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈശ്വര, ഒരു ബോളിവുഡ് ട്രെൻഡാണ് ഇപ്പൊ GP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേരളത്തിലെ GP ഫാൻസ് ഒക്കെ ഇനിയിപ്പോ എന്താ പറയാ നെഞ്ചും തല്ലി. അതല്ല, ഞാനത് അഭിനയിക്കുമ്പോ ഇത്രയും ഇമ്പോർട്ടൻസ് അതിന് കിട്ടുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അതിനും കൂടെ വർക്കൗട്ട് ഇതിപ്പോ വെറുതെ ആയിപ്പോയി. കുഴപ്പമില്ല, ഇനി നമുക്ക് അടുത്ത ആളെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് വീണ്ടും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിച്ച് ഇരിക്കട്ടോ. ഇതിപ്പോ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത രണ്ടാൾക്കാരെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത്. ഷാറഫും അജുവും. കേസ് അതിലേക്ക് വരും. തരംഗം പോലെ തന്നെ എനിക്കൊന്ന് ട്രോളന്മാർക്ക് ഇട്ടൊരു എന്താ പറയുക, ഫസ്റ്റ് ഒരു ട്രോളനായിട്ട് ഒരു ക്യാരക്ടർ വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇവരെല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്നുണ്ടല്ലോ, ഇനി അവർക്കൊരു എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടോ? അല്ല, ട്രോളർമാർക്ക് പണി കൊടുക്കില്ല. എനിക്ക് തോന്നിയ ആ ക്യാരക്ടറിന്റെ ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ കുറെ ട്രോൾ പോസ്റ്റുകൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പുള്ളി ഒരു റിയൽ ലൈഫ് ട്രോളറാണ്. എന്ന് വെച്ചാൽ പുള്ളി ഷിബുനെ ട്രോൾ ചെയ്യും, പുള്ളി ഡെന്നി കോക്കനെ ട്രോൾ ചെയ്യും, സുഹാനിസനെ ട്രോൾ ചെയ്യും, ഡോൺ ബോസ്കോനെ വരെ ട്രോൾ ചെയ്യും, സ്വന്തമായി സെൽഫ് ട്രോളിങ്ങും ചെയ്യും. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ട്രോളറാണ്. അപ്പോൾ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെയും പ്രിയലാൽ എന്ന് പറഞ്ഞിട്ട് ഷറഫുദ്ദീൻ ചെയ്യുന്ന ആ ക്യാരക്ടറിന്റെ ആ ചാം ഭയങ്കര രസമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ബാലൻസ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ഡയലോഗ്സ് പ്രിയലാലിന്റെ ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഇപ്പം ലവ് ആണെങ്കിൽ എല്ലാം ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആവുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര പൊളൈറ്റും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് എനിക്ക് തോന്നുന്നു 3 പേരും തമ്മിലുള്ള ഭയങ്കരമായൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറയ്ക്ക് മുമ്പിലും ആ ഒരു വൈബ് ജനങ്ങൾക്കും കിട്ടുള്ളൂ. ക്യാമറയ്ക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കിട്ടാനായി. എനിക്ക് തോന്നുന്നു അതിന് വലിയൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അജുവിനാണ്. കാരണം ഇവർ 3 പേരിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ അജുവാണ്. അപ്പോൾ അജു അത് മാക്സിമം പുള്ളിയുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു ശ്രമം അജുവിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇവരുടെ ഭാഗത്തുനിന്ന് അതിനെ മാക്സിമം കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അത് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ജോൺ ഡോൺ ബോസ്കോ എന്നുള്ള ക്യാരക്ടറിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ക്യാരക്ടറിന് ഒരുപാട് സവിശേഷതകളുണ്ട്. മെൻ്റലിസ്റ്റാണ്, നമ്മൾ ആക്ച്വലി ദിവസം കാണുന്ന ആൾക്കാരൊന്നുമല്ല. ജയേട്ടനൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്തു ആദ്യം എന്ന് പറയുന്നത്. പുള്ളി അല്ലാണ്ട് പുള്ളി വേറെ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? സുഹാനിസ ഇല്ല, വേറെ എന്തറിയോ, ഒന്നാമത്തെ കാര്യം ആദിനെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല ഒരിക്കലും. കാരണം ജോൺ ഡോൺ ബോസ്കോ വേറൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ആദി വേറൊരു ലെവലിൽ നിൽക്കുന്നു, ഇയാൾ വേറൊരു ലെവലിൽ നിൽക്കുന്നു. ഇയാളുടേതായ വ്യക്തിത്വമുണ്ട്. ഒരിക്കലും ആദിയുടെ വ്യക്തിത്വവും എൻ്റെ വ്യക്തിത്വവും തമ്മിൽ ഡോൺ ബോസ്കോൻ്റെ വ്യക്തിത്വം തമ്മിൽ ചേരില്ല. അയാളൊരു നല്ല കുടുംബത്തിൽ ജനിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തോടു കൂടി വളർന്ന ഒരാളാണെങ്കിൽ ഇതില്ലാതെ വളർന്ന ഒരാളാണ് ജോൺ ഡോൺ ബോസ്കോ. ഇയാൾ ഡോൺ ബോസ്കോ ഓർഫനേജിലാണ് വളർന്നത്. അപ്പോൾ അയാളുടെ സ്നേഹം ഒരുപക്ഷെ തന്നെ പ്രസവിച്ചിട്ടിട്ട് അമ്മ പോയിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ണു തുറന്ന് കണ്ട ആദ്യം കർത്താവിനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടുത്തെ ചിലപ്പോൾ ചില അച്ഛനമ്മമാരെ പോലെ ഇയാൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇയാളത് ക്ഷമിച്ചിട്ടുണ്ടാവും, മറന്നിട്ടുണ്ടാവും. ഇയാൾ ഏകാന്തത കുറേ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. സൗഹൃദങ്ങൾ ഒരുപാട് ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവില്ല. മേ ബി 1-2 നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാം. അതിനുശേഷം ഇയാൾ പഠിച്ച് ഇയാൾക്കൊരു ലക്ഷ്യം ഉണ്ടാവാം. ഇയാൾ ചിലപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ വർക്ക് ചെയ്തിട്ട് വേറൊരു ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ജനങ്ങളുടെ റെസ്പോൺസും മറക്കാനാവാത്ത ചില അനുഭവങ്ങളും പിന്നെ പെർഫോമൻസിൻ്റെ രീതികളും അങ്ങനത്തെ കാര്യം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ജോൺ ഡോൺ ബോസ്കോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ആദിയിൽ നിന്നും ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയൊരു ഒരു എന്തായിരുന്നു, ഏത് പോർഷൻ ആയിരുന്നു കൂടുതൽ? ഒരു കാര്യമുണ്ട്, ഒരു ആക്ടറെ സംബന്ധിച്ച് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ സീൻസും ചലഞ്ചിങ് ആണ്. കാരണം അവനെ സംബന്ധിച്ചത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു പെർഫോമൻസിന് ഏരിയയുള്ള സീൻ മാത്രമാണ് ചലഞ്ചിങ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു ആക്ടർക്ക് എല്ലാ സീനിലും എന്തെങ്കിലുമായിട്ട് ചെയ്യാനുള്ളത് ഉണ്ടാവും. അതവൻ ചിന്തിച്ചാൽ മാത്രം. ഈ ജോൺ ഡോൺ ബോസ്കോ അത് കാണുമ്പോൾ ആളുകൾക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നിയാൽ അതാണ് ആ ക്യാരക്ടർ ചെയ്ത ആക്ടറിനുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത് പറയുമ്പോൾ വളരെ നിസ്സാരമായൊരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ക്യാരക്ടറിന് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ പറഞ്ഞ കാര്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ സീനും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ മുതൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പം പല പ്രാവശ്യം സിനിമ കണ്ടതിൽ നിന്ന്
എനിക്ക് ആ ജോൺ ഡോൺ ബോസ്കോൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്ത് ക്ലൈമാക്സിലാണ്. അത് അതിൻ്റെ ഒരു ആകത്തുക എല്ലാം കൂടെ അതിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി അത് ആൾക്കാർ കണ്ടു പറയട്ടെ. കാണുമ്പോൾ ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുന്നേ നമുക്കൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടികൾ കിട്ടുന്നത്. ബാക്കി ശരിക്കും പ്രേക്ഷകരെ പോയി കാണുക എന്നുള്ളത് തന്നെ. നമ്മൾ പല പല കാര്യങ്ങളുണ്ട്, ഫിലിമിൻ്റെ കഥയുണ്ട്, ആക്ടേഴ്സ് വന്നിട്ടുണ്ട്, നമ്മൾ പാട്ട് കേട്ടിരുന്നു. വലിയ പ്രത്യേകത ഉണ്ട് ആക്ച്വലി. വിനീത് ശ്രീനിവാസൻ മെയിൽ വോയിസിലും പാടുന്നു, ഫീമെയിൽ വോയിസിലും പാടുന്നു. അതിനിടയ്ക്ക് ജയേട്ടനൊക്കെ അടിപൊളി എക്സ്പ്രഷൻസ് വരുന്നത്. ശരിക്കും എന്തുകൊണ്ട് ഒരാളെ കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആ ഒരു മെയിൽ വോയിസും ഫീമെയിൽ വോയിസും എല്ലാവർക്കും ഒരു പ്രൊഡ്യൂസറിന്റെ രോദനം അല്ല, അതല്ല. അതായത് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എടാ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴുള്ള മറ്റേ പാട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അത് ചോദിക്കുന്നു, നിനക്ക് അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ദുരന്തങ്ങൾ നമ്മൾ മറക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്നിട്ട് അവൻ പറയുന്നത്, പിന്നെ നീ മെയിൽ വോയിസിലും ഞാൻ ഫീമെയിൽ വോയിസിലും പാടിയ പാട്ട്, നിൻ്റെ മെയിൽ വോയിസ് തീരെ നന്നായില്ല, എൻ്റെ ഫീമെയിൽ വോയിസ് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സോങ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഫീമെയിൽ വോയിസ് ഞാനാണ് ആദ്യം പാടാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഫീമെയിൽ വോയിസ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എന്നോട് തന്നെ പുച്ഛം തോന്നുകയും കേരളത്തിലുള്ള ആളുകൾ എന്നെ അടിച്ചു കൊല്ലുന്നതൊക്കെ ഞാനിങ്ങനെ ആക്ച്വലി മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വിനീതിനോട് ഇതിനെ സംസാരിച്ചപ്പോൾ വിനീതാണ് ഒരു സജസ്റ്റ് ചെയ്ത്, ഞാൻ ചിലപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്, വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. നമ്മുടെ വോയിസിലൊക്കെ പാടാറുണ്ട്. ഞാൻ പറഞ്ഞു രഞ്ജിത്തും സംസാരിച്ചു, നമ്മളൊക്കെ സംസാരിച്ചു. പറഞ്ഞു ഒന്നും നോക്കണ്ട, എന്നാൽ പിന്നെ ഭയങ്കര ന്യൂസ് അല്ലേ, വിനീത് ശ്രീനിവാസൻ ഡബിൾ വോയിസിൽ പാടുന്നു എന്ന് പറയുന്നത് സംഗീതം അറിയാവുന്നവൻ പാടുന്നതാണ് അല്ലേ. പക്ഷേ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. വിനീത് ഉഗ്രനായിട്ടാണ് പാടിയേക്കുന്നത് മെയിൽ വോയിസിൽ ഫീമെയിൽ വോയിസിൽ. ചാലഞ്ചായിരുന്നു. ഒരു പ്രൊഡ്യൂസറിന്റെ രോദനം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത്തിരി കുറച്ച് മോശമാണെങ്കിൽ എന്റെ വോയിസ് എന്നെ പോയേനെ എന്ന് വിചാരിച്ചേനെ. ഒരിക്കലും ഇല്ല. ഒരു സിനിമയുടെ നല്ലതിന് വേണ്ടി പ്രൊഡ്യൂസർ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഈ എല്ലാ റോളും പുള്ളിക്ക് അഭിനയിച്ചാൽ കൊള്ളാവുന്നു. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മേഖല ഇങ്ങനെ ചെയ്യാൻ കൊള്ളാം ആഗ്രഹം, പക്ഷെ സമ്മതിക്കില്ലല്ലോ. അതെ, ഇനിയിപ്പോ അവർക്ക് അങ്ങനെ തോന്നിയാലും ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ ആവാതിരുന്നത് ഭാഗ്യമല്ലേ. സിനിമയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇതിൽ യേശു എന്ന് പറയുന്ന ഇവർ റിസോർട്ടിലുള്ള ഒരു കെയർ ടേക്കറിൻ്റെ റോളാണ്. എന്തുകൊണ്ടോ ഞാൻ ഈ റോളിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ധർമ്മൻ്റെ മുഖമാണ് ഓർമ്മ വന്നു. അപ്പോൾ ധർമ്മനാണെങ്കിൽ ഒരുപാട് സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചധികം ദിവസം വേണം തന്നെ. അപ്പോൾ ധർമ്മനോട് സംസാരിച്ചപ്പോൾ ധർമ്മന് താല്പര്യമുണ്ട് കുറച്ച് ദിവസം. എന്നിട്ട് നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത് ധർമ്മൻ്റെ ഡേറ്റൊക്കെ അനുസരിച്ച്. ബിക്കോസ് എന്തോ എനിക്ക് അയാൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് എന്തുകൊണ്ടോ തോന്നി. എനിക്കൊരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണെന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ പല സീൻസിലും ഭയങ്കര ഒട്ടും നമ്മൾ മലയാള സിനിമയൊന്നും വേണ്ട രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഒരു ആക്ടറിന്. അപ്പോൾ ഈ സിനിമയിൽ അതിൻ്റെ ഒരു സ്ഫുരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഹരീഷ് പേരടി. ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അച്ഛനാണ് പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതുപോലത്തെ അച്ഛൻ നമ്മളധികം കണ്ടിട്ടുണ്ടാവില്ല ഒരു സിനിമയിൽ. അപ്പോൾ അത് കൺവിൻസിംഗ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനേ പറ്റുള്ളൂ ഒരു ആക്ടറിനോട്. അയാളത് കൺസീവ് ചെയ്ത് അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് ചെയ്യുന്നതാണല്ലോ. വിജയ് ബാബു നമ്മുടെ സുഹൃത്താണ്, ഒരു സുഹൃത്തായതുകൊണ്ട് തന്നെ ചെയ്തൊരു വേഷമാണ്. അതും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആര്യ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നൈല ഈ പറഞ്ഞ പോലെ വേഷം ഒന്നും പറയാനില്ല, ഇത് ഈ പറഞ്ഞ പോലെ ഒരു സൗഹൃദത്തിൽ ചെയ്തതാണ്. ദേവൻ ചേട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്, അതും ഇതുപോലെ തന്നെയാണ്. സതി പ്രേംജി ജയൻ്റെ ഒരു സ്റ്റെപ്പ് മദറായിട്ടുള്ളൊരു വേഷമുണ്ട്, പ്രേംജിയുടെ മകളാണ്. ഇതൊക്കെയാണ് പ്രധാന കാസ്റ്റിംഗ് ഉള്ളത്. എല്ലാത്ത വേഷങ്ങളും ഉണ്ട്. ജയേട്ടൻ്റെ സിസ്റ്റർ ഇൻ ലോ, വൈഫിൻ്റെ അനിയത്തി, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ശരണ്യ, അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് എല്ലാം ഉണ്ട്. യൂഷ്വലി രഞ്ജിത്ത് ശങ്കർ മൂവീസിന് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു മോറൽ ഉണ്ടാവാറുണ്ട്. പ്രേതം എന്ന സിനിമ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമോ, എക്സ്പെക്ട് ചെയ്യണോ ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും? യഥാർത്ഥ ജീവിതത്തിൽ അത്രയും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ് ഞാൻ, എനിക്ക് തന്നെ അഭിപ്രായമില്ല. അപ്പോൾ സിനിമകളിൽ അത് കൊണ്ടുവരുമ്പോൾ ഒരു ഇരട്ടത്താപ്പല്ല. അപ്പോൾ അതിലും ഒരു ഇത് തന്നെയാണ്. ഞാൻ അതിനെ കൂടുതൽ കമേഴ്ഷ്യലാക്കാനാണ് അത് ഞാൻ ശ്രമിക്കാറുള്ളത്. ജേർണിയും പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളൊരു കൂട്ടുകെട്ട് ഒരുപാട് എന്താ പറയുക, എന്താണ് നിങ്ങളുടെ ഈ കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രത്യേകത? രണ്ടുപേരും സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ സിനിമ അയോടുകൂടി തന്നെ പിരിഞ്ഞാണ്. അല്ലെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് പെട്ടെന്ന് കട്ട് ഓഫ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കത് നിലനിർത്താൻ പറ്റും. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ചേരുന്നതുമായിട്ടുള്ള ബന്ധം ഒരിക്കലും 3 മാസം കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവില്ല, ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും. ഇത് മറ്റെന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ ഭയങ്കരമായിട്ടുള്ള ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്.
എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അയാളത് ചെയ്യും, അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. ഇത് എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലെന്ന് ആദ്യമേ ഞാൻ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കുള്ള അവസരമേ അതിലില്ല, ഒരു രീതിയിലില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ എന്നറിയോ, ഇത് ഞങ്ങൾ തന്നെ കണ്ടിന്യൂസ് പഠനം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. എന്ത് കാര്യത്തിന്? അങ്ങേരെ ചിന്തയ്ക്ക് ചെയ്യുക. അതിനകത്ത് ആ ചിന്തയിൽ ഞാൻ വന്നാൽ ഞാൻ ചെയ്യും. ആ ചിന്ത എനിക്ക് ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു എന്ന് പറയും. ഞാൻ ജയനോടൊരു കഥ പോയി പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ എന്ത് കഥ പറഞ്ഞാലും അയാളെ ഇഷ്ടപ്പെടാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിച്ചാൽ ഭയങ്കര കുഴപ്പമാണ്. തിരിച്ചെന്ന് വെച്ചാലും കുഴപ്പമാണ്. അത് ഏതൊരു ആക്ടറാണെങ്കിലും. അപ്പോൾ അതിലോട്ട് പോകാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ മനഃപൂർവ്വം തന്നെ ഇത് കട്ട് ഓഫ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, രഞ്ജിത്തേട്ടൻ ഈ അക്കോമഡേറ്റ് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കഥ പറയുകയാണെങ്കിൽ അതിന് ഇനി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ വാട്ട് ക്യാൻ യു ഗിവ്, അല്ലെങ്കിൽ അതും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരുടെ അടുത്തും അതൊരു ഓപ്പൺ മൈൻഡഡ്നെസ്സും കൂടിയാണ് ശരിക്കും. ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എപ്പോഴും കഥ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒന്നിലധികം കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രേതമാണ് വർക്കൗട്ടായത്. പക്ഷേ എപ്പോഴും കഥ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം രഞ്ജിത്തേട്ടൻ ചോദിക്കുന്നത് എന്ത് തോന്നി എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് ഇഷ്ടപ്പെടാത്തത്, ഇതാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ അദ്ദേഹം ഫിലിമിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്, സക്സസ് ഹിറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഹിറ്റ്സ് കൊടുത്ത് ഇപ്പോൾ ഏറ്റവും നല്ല ഫോമിലിരിക്കുന്ന ഒരാളാണ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഹാട്രിക് ഹിറ്റിന് ശേഷം ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഇപ്പോഴും അത്രയും ഓപ്പണായിട്ട് എല്ലാവരുടെ അടുത്തും അത് ചോദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു ലക്ഷണമാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം എന്താ അറിയും, എനിക്ക് ഏറ്റവും വലിയ സംഭവം തോന്നിയിട്ടുള്ളത് ഒരു കുഴപ്പം കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത്. കുഴപ്പം കണ്ടുപിടിച്ചാലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കുഴപ്പം കണ്ടുപിടിക്കാനും മിടുക്കനാണ്. ഇപ്പോൾ അതല്ല, ഇപ്പൊ മൈക്ക് യൂസ് ചെയ്യുന്നത് കുറവാണെങ്കിലും സെറ്റിൽ ഇദ്ദേഹം മൈക്ക് യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ്. എസ്പെഷ്യലി ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഇങ്ങനെയാണ് പറയുന്നത്, വളരെ മോശമായിരുന്നു കേട്ടോ അഭിനയിച്ച സംഭവം. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. കാരണം ഇത് അജു പുണ്യാളൻ ഷൂട്ട് ചെയ്തപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു. അജു അന്ന് അധികം അഭിനയിച്ചിട്ടില്ല, പുള്ളി പറയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് കാണുന്നത്, അത് ഭയങ്കര ബോറായിരുന്നു മൈക്കിൽ. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ ഇപ്പോൾ ഷറഫ് അടിക്കുമെന്ന് പറയും, അല്ല മറ്റേ ആ വിളംബരം ഒന്ന് നിർത്തി. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഷറഫ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ഷറഫ് ഇവിടെ നിൽക്കായിരിക്കും. ഷറഫ് അത് ഭയങ്കര ഒരു തവണ ഷറഫിന്റെ സജഷൻസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അല്ല മറ്റേ മോശമെന്ന് പറയും. അല്ല ഒടുവിൽ വന്നിട്ട് ചോദിക്കുകയാണേ, ഈ വെടിവഴിപാട് അനൗൺസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ മൈക്കിൽ വിളിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ സെറ്റിൽ അങ്ങനെ ഒരു വലിയ ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ പറഞ്ഞാലും കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ രഹസ്യങ്ങളൊന്നും നടക്കുന്നില്ല. മൊത്തത്തിൽ നല്ലതല്ലേ? പക്ഷേ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും ഒരാളും നിർത്തുന്നില്ല. അപ്പം നമ്മൾ നിരുത്സാഹപ്പെടുന്നില്ല. അപ്പോൾ ജയേട്ടനാണെങ്കിലും ഷറഫാണെങ്കിലും ഇത് കേൾക്കുന്ന അറിഞ്ഞിട്ടും പിന്നെയും സജഷൻസ് കൊടുക്കും. ചിലത് അക്സെപ്റ്റഡ് ആവും, ചിലത് റിജക്റ്റഡ് ആവും, ചിലത് അഭിനയിക്കുന്ന രീതിയുള്ള. പക്ഷെ അതാണ് അതിലത്തെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി. പറയുന്നത് സത്യസന്ധമാണെന്ന് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതും പറയും, ഇങ്ങനെ ബോറാന്ന് മാത്രമല്ല നന്നായിട്ട്. പക്ഷെ അത് മൈക്കിൽ പറയാറില്ല. അത് വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ തന്നെ വൃത്തിയായിട്ട് കേൾക്കില്ല. ചിലപ്പോൾ മെസ്സേജിലൂടെ ആയിരിക്കും കോൺട്രിബ്യൂഷൻ വരും. പേളി എന്താ കോൺട്രിബ്യൂട്ട് ചെയ്ത്? എന്തായിരുന്നു പേളി കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസ് ആണ്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല. അതാണ് GP വളരെ പ്രധാനപ്പെട്ട 1-2 സീക്വൻസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ജയൻ ഓഫ് കോഴ്സ് കോൺട്രിബ്യൂഷനാണ്. അല്ല അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്യും. പേളിയാണ് ഏറ്റവും ലേറ്റായിട്ട് സിനിമയിൽ വന്ന ഒരാൾ. ഐ മീൻ GPയും കുറേ നേരത്തെ ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് വായനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കുക, അവർക്ക് എന്താ അഭിപ്രായം എന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, സിനിമയിലത്തെ ഒരു പ്രശ്നം, നമ്മളൊരു കമേഴ്ഷ്യൽ സിനിമ ഉണ്ടാക്കുമ്പോഴേ അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഇഷ്ടമല്ല അല്ലെങ്കിൽ വേറൊരാളുടെ ഇഷ്ടമല്ല, ഇത് ഒരു കുട്ടിയുടെ ഇഷ്ടം പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർക്ക് ഓഡിയൻസ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പണിക്കാരനായിരിക്കും, അയാളാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് അത് മനസ്സിലാവുന്നില്ല, ഇഷ്ടമാവുന്നില്ല എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെറുകഥ എഴുതിയ കുഴപ്പമില്ല, അവർ വായിക്കില്ലല്ലോ, 2 പേര് വായിച്ചാൽ മതി, ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ചെയ്യുമ്പോൾ ഞാൻ ശ്രമിക്കാറുണ്ട്, ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അതിനെ എത്ര ലളിതമാക്കാം എന്നുള്ളൊരു ശ്രമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഒരു സാധാരണ എല്ലാ സിനിമയിലും സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എഴുതിയ സ്ക്രിപ്റ്റ് മിക്കവാറും മാറാറുണ്ട്. മാറുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മൊത്തത്തിൽ കഥയൊക്കെ അത് തന്നെയായിരിക്കും. ഒരാൾ അഭിനയിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം അയാളുടെ ഒരു സ്ട്രെങ്ത് എന്താണ്. ഇപ്പോൾ ഞാൻ ഒരു സിനിമയിൽ എപ്പോഴും ആലോചിക്കാറുള്ളത്,
നമ്മളിപ്പോൾ ഒരു സിനിമ ഈ ദിവസം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് വരിക. അപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്പീൽബർഗിൻ്റെ കമ്പനി ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റേ റിലയൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ, മറ്റേ സന്തോഷ് ക്യാമറ ചെയ്യട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഇത് ലോകത്തിലെ ഒരു ഫിലിം മേക്കർക്കും അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടീമിന് ഒരിക്കലും കിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ നമുക്ക് വാട്ട് ഈസ് അറ്റ് ഹാൻഡ്, നമ്മളുടെ കയ്യിൽ എന്ത് കിട്ടുന്നു, ഏത് തരത്തിലുള്ള ആളുകൾ കിട്ടുന്നു. എല്ലാ ആളുകളിലും ഒരുപാട് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഈ പ്ലസ് നമ്മൾ എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറുടെ മിടുക്ക് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇയാൾക്കൊരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇയാളുടെ മൈനസിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഭയങ്കര അപ്സെറ്റ് ആവും, അയാളൊരു സജഷനും പറയില്ല. അപ്പോൾ ഒരു ചെവി ഉള്ള ഒരാളാണ് ഒരു നല്ല സംവിധായകൻ. അതായത് ഒരാൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ക്ഷമയോടെ. ആ പറഞ്ഞ അഭിപ്രായത്തിനോട് അത് നല്ലതാണെങ്കിൽ അത് അവസാന നിമിഷം വരെ ഉൾപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. മോശമാണെങ്കിൽ അത് അയാളെ വേദനിപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അയാളൊന്നും മിണ്ടില്ല. അയാൾ മിണ്ടില്ലെങ്കിൽ എനിക്കാണ് കുഴപ്പം. അയാളുടെ ജോലി ചെയ്ത് പൈസ വാങ്ങിച്ച് പോകും. പിന്നെ അയാൾ മിണ്ടില്ലെങ്കിൽ ഒരു ക്യാമറമാനാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളാണ് പറയുന്നതെങ്കിൽ പിന്നെ അയാളൊരു സജഷൻ അയാളുടെ ഭാഗത്ത് വരില്ല. വന്നില്ലെങ്കിൽ പിന്നെ എന്താണ്, ആ ഡയമെൻഷൻ സിനിമയുടെ പോയി എന്നുള്ളതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. ഒരു സിനിമയെ പറ്റി എന്ന് പറഞ്ഞാൽ ടീമാണ്, ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ എന്താ പറയുക, ഒരുപാട് പേരുടെ എഫേർട്ട്, ഒരുപാട് ദിവസത്തെ എഫേർട്ട്, അങ്ങനെ എല്ലാം എന്താ പറയുക ഒരുമിച്ചതേ വന്നു. പ്രേതം തിയേറ്റേഴ്സിലെത്തി. പിന്നെ നമ്മൾ പ്രേക്ഷകർ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ ഒരു പ്രേക്ഷകർ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുക, അവരതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷേ കൂടുതലും ചിരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വേദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചിരിച്ചിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഈ ഒരു സന്തോഷത്തോടു കൂടി തിരിച്ചു വരിക, റിവ്യൂസൊക്കെ നേരിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്. ഈ ഒരു സന്തോഷം പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് സിനിമകൾ ഈ ടീമിൻ്റെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.